രോഹിത്തെ, പാലക്കാടൻ ചൂടിങ്ങനെ കനക്കുകയാണ്. തിരഞ്ഞെടുപ്പും ദേ പടിവാതിൽക്കലെത്തി. പാലക്കാട് വലിയൊരു തിരിച്ചടി BJPക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസും CPM-ഉം. കാരണം സന്ദീപ് വാര്യയുടെ ഇറങ്ങിപ്പോക്ക് വലിയ രീതിയിൽ BJPയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് പലരും പറയുമ്പോഴും സുരേന്ദ്രൻ പറയുന്നു BJPക്ക് ഒരു സന്ദീപ് വാര്യർ പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന്. പാലക്കാട് ചൂട് കനക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ പോക്കൊരു ചൂട് ചർച്ചയാവുമ്പോൾ BJP പയറ്റുന്ന ബ്രഹ്മാസ്ത്രം എന്തായിരിക്കും? പാലക്കാട് ചൂട് കനക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ മഴ ആരുടെ ചൂടിനെയാണ് ശമിപ്പിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. UDF വിശ്വസിക്കുന്നത് UDFന്റെ ചൂടിനെയാണ് ശമിപ്പിക്കാൻ പോകുന്നത്. UDFന്റെ റോഡ് ഷോകളിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഷോകളിൽ, സന്ദീപ് വാര്യർ പങ്കെടുക്കുന്നിടത്ത് VD സതീശൻ പങ്കെടുക്കും, അങ്ങനെ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന വലിയ ജനസഞ്ചയങ്ങളെ കൂട്ടാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഓർത്തിരിക്കേണ്ടതുണ്ട്, നമുക്കറിയാം ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പയറ്റുന്നത് BJPയോടാണ്. ഏത് BJP? പഴയ BJP അല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന BJP. RSS മുൻനിരയിൽ ഇറങ്ങി നിന്ന് ഇലക്ഷൻ പ്രചരണം നടത്തുന്ന BJP. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഷോകളല്ല അടിത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന ഉത്തമ ബോധ്യം ആർക്ക് വേണം? UDFനും വേണം, LDFനും വേണം. LDFനോട് അപ്രസക്തമായിരിക്കുന്നു, ശരീരം LDFും അവിടെ അപ്രസക്തമായിരിക്കുന്നു. ഇഞ്ചോടിഞ്ചോ പോരാട്ടം BJPയും UDFും അവിടെ നടത്തുകയാണ്. C കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി RSSന്റെ മുഴുവൻ സംവിധാനങ്ങളും, കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും, പാലക്കാട് ബൂത്ത് തലത്തിൽ സമ്പർക്ക പരിപാടികളും, ഒരു വോട്ട് പോലും ഒരു സന്ദീപ് വാര്യരുടെ പേരിൽ BJPക്ക് ലഭിക്കേണ്ടത് UDF ക്യാമ്പിലേക്ക് പോകില്ല എന്ന വാശിയോടെ അവിടെ RSS ശക്തമായ പ്രവർത്തനം നടത്തുന്നു. അത് കാണാതെ പോകരുത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കാണാൻ കഴിയില്ല, സോഷ്യൽ മീഡിയ കാണില്ല. പക്ഷേ പാലക്കാടിൻ കാറ്റിൽ ഒരു കാവ്യമണം അല്ലാതെ അങ്ങനെ പരന്ന് നടക്കുന്നുണ്ട്. നോക്കൂ, സന്ദീപ് വാര്യർ UDFിലേക്ക് പോയി. ഇത് സത്യത്തിൽ BJPക്ക് എതിരായി വീശും എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ കാണാതെ പോകുന്ന ചില പോയിന്റുകളുണ്ട്. സന്ദീപ് വാര്യർ ഈ പിണക്കം തുടങ്ങിയ കാലം തൊട്ടേ പറയുന്നു സന്ദീപ് വാര്യർക്ക് സീറ്റ് ലഭിക്കാത്തതിൻ്റെ അസ്വസ്ഥതയാണ് എന്ന്. പരക്കെ BJP നേതാക്കന്മാരും അവിടുത്തെ ആളുകളും പ്രബുദ്ധരായ മലയാളികളും ആർക്കായാലും ചിന്തിക്കാവുന്നതാണ്. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, പാലക്കാടുകാരനായ സന്ദീപ് വാര്യർക്ക് ഒരു ആഗ്രഹമുണ്ടാകാം, ഒരു പക്ഷേ ഇവിടെ മത്സരിക്കണം. അദ്ദേഹത്തിന് വയനാട് ലോക്സഭയിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സുരേന്ദ്രനെ കൊണ്ട് ഇവിടെ മത്സരിപ്പിച്ചു. സുരേന്ദ്രനൊപ്പം നിന്ന് സുരേന്ദ്രനും ഇദ്ദേഹമായിട്ടുള്ള പിണക്കമൊക്കെ മാറി ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാണ്, നല്ല നേതാവാണ്, നല്ല മനുഷ്യനാണ്, നമ്മളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ്. അതൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയം മാത്രം പറയുകയാണെങ്കിൽ ആരാണ് സന്ദീപ് വാര്യർ? SFI രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നു SFIയുടെ സജീവ പ്രവർത്തകനായി, പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ BJP ആശയങ്ങളോട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് BJPയിലേക്ക് വന്ന, താനൊരു സംഘപ്രവർത്തകനാണെന്നും BJPക്കാരനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിൽ അദ്ദേഹം കയറി തിളങ്ങി. ഒരു ചാനൽ ചർച്ച അങ്ങോട്ട് ഹിറ്റായി, അദ്ദേഹം വലിയ BJPയുടെ മുഖമായി മാറി. ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു സന്ദീപ് വാര്യർ BJPയിൽ, സത്യം പറഞ്ഞാൽ. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് വളർന്നു വന്ന ഒരാൾക്ക് എങ്ങനെ BJPക്കാരനാകാൻ പറ്റും എന്ന ചോദ്യമുണ്ട്. ഒരു സാധാരണ പാർട്ടി അനുഭാവിയാകാം, അല്ലെങ്കിൽ നേതാവാകാം, പക്ഷേ ഇത്രത്തോളം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ വക്താവായൊക്കെ ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചത് എങ്ങനെ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അവിടെ നിന്ന് നേരെ പോകുന്ന എങ്ങോട്ടേക്കാ? തിരിച്ച് ഇടതുപക്ഷത്തേക്ക് പോകാൻ അവർ വാതിൽ തുറന്നിട്ടു. പക്ഷേ ഇടതുപക്ഷത്ത് പോയ നേതാക്കന്മാരുടെ അവസ്ഥയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നാട്ടിൽ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന G രവികുമാർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവുണ്ടായിരുന്നു. KSU വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ KSUവിൻ്റെ നേതാവായിരിക്കുന്ന അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിച്ച ഒരു വിരലിൻ്റെ ചലനശേഷി അദ്ദേഹത്തിന് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വെട്ടുകൊണ്ട പാടുകളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത്. അത് കോൺഗ്രസിന് വേണ്ടിയിട്ട് കരുണാകരൻ്റെ സീമന്ത് മാനസപുത്രൻ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടത്. കരുണാകരനുമായി അത്ര വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. കരുണാകരൻ കോൺഗ്രസ് വിട്ട് DAC പോയപ്പോൾ DACയിൽ പോയ ആളാണ്, തിരിച്ചു വന്ന ആളാണ്. KPCC മെമ്പറായിരുന്നു. അതായത് കേരളത്തിലെ ഏറ്റവും പ്രമുഖന്മാരായ 100-150 പേരുടെ പേരെടുത്താൽ അതിലൊരാളായിരുന്നു G രവികുമാർ. ഈ ഇടയ്ക്ക് വെച്ച് കോൺഗ്രസിൽ നിന്ന് കുറേ പേരങ്ങ് CPM-ലോട്ട് പോയല്ലോ, അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ. ആ ഫ്ലോയിൽ അങ്ങ് CPM-ലേക്ക് പോയി. AKG സെന്ററിന്റെ മുന്നിൽ ഷോൾ പതപ്പിച്ച് നിന്ന് G രവികുമാറിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്തനാപുരത്ത് സീറ്റ് ലഭിച്ചില്ല, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷേധ കാരണം. പുറത്തു പറഞ്ഞില്ലെങ്കിൽ പോലും പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയെ ഈ പറയപ്പെടുന്ന I ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇദ്ദേഹത്തിന് അവിടെ സീറ്റ് ലഭിച്ചില്ല. ഇദ്ദേഹം I ഗ്രൂപ്പുകാരനാണ്, പക്ഷേ വേറൊരു I ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം അവിടുത്തെ ഏരിയ കമ്മിറ്റി സമ്മേളനമായിരുന്നു. ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ ഏരിയ കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുത്തു എന്ന് നോക്കൂ. കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ KPCC മെമ്പറായിരുന്ന, KPCC എക്സിക്യൂട്ടീവിലൊക്കെ ഇരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവരുടെ ഏരിയ കമ്മിറ്റി വെച്ച് ഇപ്പോൾ ഒരു പരാതിയില്ല. നോക്കൂ, ആ പാർട്ടി വിട്ട് CPM-ലേക്ക് പോയാൽ അവർ കൊടുക്കുന്നത് വാങ്ങിയിട്ട് അവിടെ മൂലയ്ക്ക് ഇരുന്നോണം. ഇത് കൃത്യമായി അറിയാവുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസ് എന്തായാലും വലിയ സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടും.
കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ, അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്നു സന്ദീപ് വാര്യർ. സരിൻ നിന്ന് ഇടതുപക്ഷത്താണ്, സ്വാഭാവികമായും ഒറ്റപ്പാലം സീറ്റ് ആർക്കാണ്? സന്ദീപ് വാര്യർക്ക് അവിടെ ലഭിക്കും. കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിക്കാൻ സാധിക്കുമെന്നതാണ് സന്ദീപ് വാര്യർ അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി സന്ദീപ് വാര്യർ അധികാരമോഹിയാണ് എന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുടെ കേരള ഘടകം ക്യാമ്പ്, സുരേന്ദ്രൻ ക്യാമ്പിന് സന്ദീപ് വാര്യർ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നതെങ്കിൽ അത് പറയാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പൊ അവർക്ക് കൃത്യമായി ഓരോ വീടാന്തരം കയറി ഇറങ്ങി അവരുടെ പ്രവർത്തകരോട് പറയാം, അധികാരമോഹിയായ സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു, ലക്ഷ്യം അധികാരമോഹമാണ്, BJP പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമാണ്, സന്ദീപ് വാര്യർക്കെതിരെ മാറ്റി നിർത്തിയത് കൃത്യമാണ് എന്ന് ആ സന്ദീപ് വാര്യരുടെ പൊയ്മുഖം അവിടെ തുറന്നു കാട്ടാൻ BJPക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഈ പോയിന്റ് ആരും കാണാതെ പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു പ്രധാന പോയിന്റ് തന്നെയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുറേ വർഷം ഒരു പാർട്ടിയിൽ നിന്നും ആ പാർട്ടിയുടെ ആശയങ്ങൾ ഇപ്പം നേരത്തെ രോഹിത് പറഞ്ഞതുപോലെ പ്രചരിപ്പിച്ചു, മാധ്യമങ്ങളുടെ ഒക്കെ BJPയുടെ ഒരു വക്താവും മുഖവുമായിരുന്നു സന്ദീപ് വാര്യർ. RSS എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേട്ട് രോമാഞ്ചം കൊണ്ട് കോരിത്തെരിച്ച അണികൾ ഉണ്ടായിരുന്നു. മോദിക്ക് ആശംസകൾ പറഞ്ഞ് മോദിയെപ്പോലൊരു ജനനായകൻ ഇനി ലോകത്തുണ്ടാകുമോ എന്ന് ചോദിച്ച സന്ദീപ് വാര്യർ, ആ സന്ദീപ് വാര്യർ ഒരൊറ്റ ദിവസം കൊണ്ട് പറയുകയാണ്, വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് BJP, വെറുപ്പാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്, വെറുപ്പ് പരത്തുന്ന ഒരു നായകനാണ്, സംഘവുമായിട്ടുള്ള എല്ലാ ഒരു ചരട് മുറിച്ച് കളഞ്ഞതോടെ സംഘവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ മുറിച്ച് കളയുന്നു. ആശയപരമായി അല്ലെങ്കിൽ പാർട്ടി നമുക്ക് മാറാം, പക്ഷേ ഒരു നിമിഷം കൊണ്ട് ആശയങ്ങൾ നമുക്ക് മാറാൻ കഴിയുമോ? ഒരിക്കലും. ആശയങ്ങൾ എപ്പോഴും അത് ആശയാടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ അത് മാറാൻ കുറച്ച് പാടാണ്. പക്ഷേ ഒരു ജനസേവനത്തിന് വേണ്ടി, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആശയങ്ങളൊന്നുമില്ല, എനിക്കൊരു പാർട്ടി വേണം, എനിക്കൊരു സംഘടന വേണം എന്ന താല്പര്യത്തിൽ വന്നവരാണെങ്കിൽ അതൊക്കെയാണ്. അങ്ങനെ വന്ന ആളാണ് സന്ദീപ് വാര്യർ എന്ന് വേണം നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. നോക്കൂ, ഇവിടെയാണ് സരിൻ്റെ ഒരു മെറിറ്റ് നമ്മൾ കാണേണ്ടത്. സരിൻ UDF വിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാരനായി ഞാൻ തുടരുമെന്നാണ് പറഞ്ഞത്. അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ VD സതീശനെയും ഷാഫി പറമ്പിലിനെയൊക്കെ തള്ളി പറഞ്ഞെങ്കിലും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന മതേതരത്വ മൂല്യങ്ങളൊന്നും തള്ളിപ്പറയാൻ സരിൻ തയ്യാറായിട്ടില്ല. അത് സരിന്റെ വലിയ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പല ചർച്ചകളിലും സരിൻ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ് ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തേക്ക് പോയത്. സരിൻ അവിടെ ഒന്നും അല്ലാതായി പറഞ്ഞു. അതേസമയം സരിന് അധികാരമോഹമായിരുന്നു ലക്ഷ്യമെങ്കിൽ സരിൻ BJPയിലേക്ക് പോയിരുന്നെങ്കിൽ സരിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് സരിൻ എവിടെ എത്തുമായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാനൊരു BJP അനുഭാവിയായ ഒരു സിനിമാ പ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അനിൽ കെ ആന്റണിയൊക്കെ ഡൽഹിയിൽ തകർക്കുകയാണ്, ഈ NDA സർക്കാരിന്റെ പരസ്യങ്ങളും സോഷ്യൽ മീഡിയ പരിപാടിയും ഒക്കെ അനിൽ കെ ആന്റണിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, കോടികൾ ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം രഹസ്യമായിട്ട് പറഞ്ഞത്. എന്നാൽ പോലും അത് നമുക്ക് അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അനിൽ കെ ആന്റണിയൊക്കെ അവർ കൈവെള്ളം വെച്ച് കൊണ്ട് നടക്കുകയാണ് ഡൽഹിയിൽ. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ആന്റണിയുടെ മോൻ അവരവിടെ പോയി പൊട്ടനായിട്ട് ഒന്ന് തോറ്റു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അദ്ദേഹമൊക്കെ അവർ ഡൽഹിയിൽ ഹസറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ IAS-കാരനായ ഈ പറയപ്പെടുന്ന സരിൻ അവിടെ ചെന്നിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത BJP കിട്ടീനെ. പക്ഷെ സരിൻ BJP പോയില്ല. സരിൻ അദ്ദേഹത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ ഉറച്ചു പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പോയി. ഇനി സരിന്റെയൊക്കെ ഭാവി കണ്ടറിയണം. നോക്കൂ, നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വ്യതിചലിക്കണം. നമ്മൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞു പോകുമ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് കൊണ്ട് മാത്രം പാലക്കാട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. BJP കോട്ടയിൽ നിന്ന് ഒരു വോട്ട് പോലും ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് ലഭിക്കില്ല. പക്ഷേ ഷാഫി പറമ്പലിൻ്റെതായ ഒരു UDF കോട്ട എവിടെയുണ്ട്, അത് കാണാതെ പോരുത്. അതുകൊണ്ട് തന്നെ പറയുന്നു, C കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെ. ഒരാൾ പരസ്യമായി ആളുകളെ കൂട്ടി, ജനക്കൂട്ടത്തെ കൂട്ടി, ജനസഞ്ചയങ്ങൾക്കിടയിലൂടെ വലിയ ആളായി മാറുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ കാണാൻ വിടുന്നതല്ല. ഷാഫി പറമ്പിലും ഈ പറയപ്പെടുന്ന ഇപ്പോൾ സന്ദീപ് വാര്യരും അടക്കമുള്ളവർ വരുമ്പോൾ UDF ക്യാമ്പിന്റെ ആവേശം കൂടും. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ എന്നെ വിളിച്ചു പറയാം, രോഹിത് പാലക്കാടുണ്ടോ, ഞങ്ങൾ പാലക്കാടേക്ക്. അവർക്ക് ആവേശമാണ് സന്ദീപ് വാര്യരൊക്കെ വന്നെന്ന് പറയുമ്പോൾ. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തോടെ, സാധാരണക്കാർ വോട്ടുകൾ ഇരിക്കുന്നത് തെരുവുകളിലല്ല, വോട്ടുകൾ ഇരിക്കുന്നത് വീടുകൾക്കുള്ളിലാണ്, അടുക്കളക്കുള്ളിലാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ മണ്ണാണ്. അവിടെ കർഷകരുണ്ട്, കൂലിത്തൊഴിലാളികളുണ്ട്, തൊഴിലുറപ്പ് സ്ത്രീകളുണ്ട്, അത്തരത്തിലുള്ള സാധാരണക്കാരുണ്ട്, അഗ്രഹാര തെരുവുകളുണ്ട്, അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. ഇവരൊക്കെ കൃത്യമായി ഇപ്പോഴേ കണക്ക് കൂട്ടി കഴിഞ്ഞു. ആരായിരിക്കണം ഞങ്ങളുടെ ജനപ്രതിനിധി? അതിന് കൃത്യമായി വീടാന്തരം കയറി ഇറങ്ങി RSSന്റെ സമ്പർക്കങ്ങൾ സജീവമായി പോകുന്ന ഒരു സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയതിന്റെ പേരിൽ C കൃഷ്ണകുമാറിന് അവിടെ ഒന്നും സംഭവിക്കരുത്. C കൃഷ്ണകുമാറോ K സുരേന്ദ്രനോ ഒന്നും അല്ല അവിടെ ഫാക്ട്. BJPയുടെ താമര പാലക്കാട് വിജയിക്കുക. ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആ സീറ്റ് തിരിച്ചു കിട്ടാൻ വലിയ പാടാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി, കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തോടു കൂടി BJPയുടെ സംഘടനാ പ്രവർത്തനം, RSSന്റെ സംഘടനാ പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി RSS പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയാം, പരസ്യമായി പറയാണ്. ഈ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ വിഷയം ഉണ്ടായപ്പോൾ RSS പറഞ്ഞത് എല്ലാ പ്രവർത്തനോടും ഇറങ്ങാനാണ് പറഞ്ഞത്, വീടാന്തരം കയറി സമ്പർക്കം നടത്താനാണ് പറഞ്ഞത്. പിന്നെ RSSന്റെയും BJPയുടെയും കെട്ടുറപ്പ് എന്ന് പറയുന്ന ഒരു നേതാവിലോ ഒന്നുമല്ല, അതവരുടെ സംഘടനാ സംവിധാനത്തിൽ കെട്ടുയർത്തിയ ഒരു സംവിധാനമാണ്. ഇവിടെ ഒന്നുമില്ലാത്ത കാലത്ത്
പരാജയപ്പെടും, എത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും അവസാനത്തേക്ക് പോകും എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പോലും പ്രസ്ഥാനത്തെ സ്നേഹിച്ച് പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് പല നേതാക്കന്മാർ കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമാണ്. അതൊരു സന്ദീപ് വാര്യർ പോയത് കൊണ്ടൊന്നും BJP തകരില്ല, ഒരു സരിൻ പോയത് കൊണ്ട് കോൺഗ്രസ് തകരില്ല, അങ്ങനെ ഒരാൾ പോയത് കൊണ്ട് മറ്റൊരു പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും, കമ്മലിട്ടവൻ പോയാൽ ജിമിക്ക് ഇട്ടവൻ വരും. വള്ളം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കും, വള്ളം പൊയ്ക്കൊണ്ടേയിരിക്കും, ഒഴുക്കിനനുസരിച്ചായാലും ആ വള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇനി അധിക ദിവസങ്ങളില്ല. പാലക്കാടൻ ചൂടിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ആ ചെറിയ നനുത്ത മഴയുണ്ട്. ആ മഴ അത് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണോ അല്ലെങ്കിൽ C കൃഷ്ണകുമാറിനാണോ അതുമല്ലെങ്കിൽ സരിനാണോ അനുകൂലമാകുന്നതെന്ന് കണ്ടറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. തീർച്ചയായിട്ടും.